ഹലോ, എല്ലാവർക്കും മാംഗ്ലൂർ മല്ലുവിലേക്ക് സ്വാഗതം. ഞാനെന്താ ഇങ്ങനെ റോഡും കാണിച്ചിരിക്കുന്നതെന്ന് ആരും വിചാരിക്കണ്ട. കാരണം എന്ന് പറഞ്ഞാൽ നാളെ ഗണേശ ചതുർത്ഥിയാണ് ഇവിടെ. അപ്പോൾ ഭയങ്കര ആഘോഷമാണ് ഇങ്ങോട്ട്. എന്തുണ്ടെങ്കിലും ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിലും ഗണേശ ചതുർത്ഥി ആണെങ്കിലും നവരാത്രി ആണെങ്കിലും ഭയങ്കര ആഘോഷമാണ്. അപ്പം ഏകദേശം ഗണേശോത്സവത്തിൻ്റെ 2 ദിവസം മുൻപേ കടകളിൽ കരിമ്പുണ്ടല്ലോ, അത് വിൽക്കാൻ വെക്കുവേ. അപ്പോൾ കരിമ്പ് കടകളിലൊക്കെ കാണുമ്പോൾ മോൾക്കൊരാഗ്രഹം അത് പോയി വാങ്ങണമെന്ന്. നമ്മൾ ഇവരെ പോലെ ആഘോഷിക്കില്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാറല്ലേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ ഗണപതി അങ്ങനെ പൂജിക്കാറൊന്നും ഇല്ലല്ലോ. അപ്പോൾ കരിമ്പ് കാണുമ്പോൾ അവൾക്ക് കഴിക്കാൻ കൊതിയായിട്ട് അവളത് വാങ്ങാൻ പോയിരിക്കുകയാണ്. അങ്ങനെ കരിമ്പൊക്കെ വാങ്ങിയിട്ട് അവൾ വന്നു. അപ്പം ഞാൻ അവളും വരുന്നത് നോക്കി നിൽക്കായിരുന്നു. അപ്പോഴാണ് മീഷോന്ന് കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ വന്നു. പാഴ്സലൊക്കെ വാങ്ങിച്ച് അതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. വയ്യ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫുഡിൻ്റെ പണി തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നലെ വാങ്ങിയ പാർട്സ് ഉണ്ടായിരുന്നു, കോഴി പാർട്സ്. അതിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വരട്ടി വയ്ക്കാം. പിന്നെ മത്തങ്ങയുണ്ട്, മത്തങ്ങ കറിയും ആക്കാം. പിന്നെ മോള് ചിക്കൻ അങ്ങനെ കൂട്ടില്ല, അപ്പോൾ അവൾക്കൊരു മീൻ ഫ്രൈ ആക്കണം. അപ്പോൾ ഇതാണ് പരിപാടി. അങ്ങനെ ചിക്കൻ പാർട്സ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ പൊടികളും ഇട്ടു, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇന്നും ഒരു സിമ്പിൾ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിലേക്ക് സിമ്പിളായിട്ടാണ് കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. കുരുമുളക് ഇട്ടിട്ട് വരട്ടിയെടുക്കാനാണ് ഉദ്ദേശം. പക്ഷേ അത് കുരുമുളക് ഇപ്പോഴേ ഇടുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. കാരണം അത് വെന്ത് വന്ന് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്ന സമയത്ത് ആ കുരുമുളകിൻ്റെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പുരട്ടി വെച്ച് ഒന്ന് വേവിച്ച് നമ്മൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നനയ്ക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് കുരുമുളക് പൊടി നല്ലോണം ഇട്ടിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് പകുതി വെന്തു കേട്ടോ. ഇനി കുരുമുളക് പൊടി ഇടാം. അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ നമുക്ക് ഉപ്പും മല്ലിപ്പൊടിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. മല്ലിപ്പൊടി കുറച്ചധികം ഇടേണ്ടി വരും മുളക് പൊടിയേക്കാളും. എന്നാലേ ആ ഒരു വരട്ടിയെടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലും ആ ഒരു തിക്നെസ്സൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇവിടെ വൈറ്റ് റൈസാണ് ഉണ്ടാക്കുന്നത്. സാധാരണ മാംഗ്ലൂർ അധികവും വൈറ്റ് റൈസ് കഴിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ബോയിൽഡ് റൈസ് കഴിച്ച് മടുക്കുമ്പോൾ വൈറ്റ് റൈസ് ഉണ്ടാക്കും. ഇതാവുമ്പോൾ മറ്റേ ബോയിൽഡ് റൈസിൻ്റെ അത്രയും വേവ് ഉണ്ടാവില്ല, വേഗം തന്നെ ആവുകയും ചെയ്യും. ചോറിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്തത് മത്തൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ അധികം നാടൻ പച്ചക്കറി ഒരുപാട് കിട്ടും. ഇവിടുത്തെ ആൾക്കാർ നാടൻ എന്തും കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അതിപ്പോൾ കോഴിയായാലും പച്ചക്കറി ആയാലും അങ്ങനെയൊക്കെ. അപ്പോൾ നല്ല നാടൻ മത്തൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മത്തൻ കറിയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കോഴിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ നനച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് അതിലിങ്ങനെ ഇറങ്ങി വരും.
പിന്നെ മോൾക്ക് വേണ്ടിയിട്ടുള്ള മീൻ വറുക്കലാണ് ഈ പരിപാടി. അപ്പം മീനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കാൻ പോവുകയാണേ. നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ അതിന് ശേഷം പിന്നെ വൈകുന്നേരത്തെ ചായയുടെ പരിപാടി എന്താണെന്ന് നോക്കാം. നല്ല കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മഴയത്ത് നല്ല കട്ടൻ ചായയും കപ്പയും കഴിക്കാനൊരു പൂതി. അപ്പം അങ്ങനെ ഇതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പ വറവിലിട്ടതും കട്ടൻ ചായയും റെഡിയായി. അപ്പം ഞാൻ കഴിക്കട്ടെ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.